പാലക്കാട് തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അടുത്തൊരു വാർത്ത, ബലാത്സംഗ പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനായി അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. മുൻകൂർ ജാമ്യത്തിനായി പ്രശോഭ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു എന്നാണ് ദളിത് യുവതിയുടെ പരാതി. സച്ചിനപ്പം ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ? പാർട്ടി നടപടിയൊക്കെ വന്നു, പക്ഷേ ഇയാളെ മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. തീർച്ചയായും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ബലാത്സംഗം, അതേപോലെ തന്നെ SC/ST പീഡന നിരോധന നിയമപ്രകാരമാണ് പ്രശോഭിനെതിരെ കേസെടുത്തത്. പാലക്കാട് സൗത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ പ്രശോഭ് സി വത്സൻ ഒളിവിലാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ്. അതിനാൽ തന്നെ പ്രശോഭിനായി വലവിരിച്ചിരിക്കുക പോലീസ്. വലിയ രീതിയിലുള്ള ക്രൂരമായ പീഡനം തന്നെയാണ് ദളിത് യുവതിക്ക് നേരെ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് മൊഴിയിൽ യുവതി നൽകിയിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് പാലക്കാട് MP VK ശ്രീകണ്ഠൻ, അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ MP തുടങ്ങിയവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന കാര്യവും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ ചെയ്തടക്കം പ്രശോഭ് യുവതിയെ കാണിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഷാഫി പറമ്പിലിനും ഈ പീഡനത്തിൽ പങ്കുണ്ടോ എന്ന കാര്യമെല്ലാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ശക്തമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ DCC പ്രസിഡന്റ് A തങ്കപ്പൻ പ്രശോഭിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി അറിയിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് സമയമാണ്. കോൺഗ്രസിന് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് പാലക്കാട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിസന്ധിയിലായ കോൺഗ്രസിനെ വീണ്ടും ഒരു അടി എന്ന രൂപത്തിലാണ് പാലക്കാട്ടെ കോൺഗ്രസിലെ പീഡനവും പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ പാലക്കാട്ടെ BJPയും അതേപോലെ തന്നെ CPM ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രചരണായുധമാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. സേതു. ഓക്കെ സച്ചിൻ, ശരി. അപ്പം നേതാവിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇയാൾ ഇപ്പോഴും